പേടി കാരണം ലൈഫിൽ പരാജയപ്പെട്ടു പോയവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരുപാട് കഴിവുകളുണ്ടായിട്ടും പലപ്പോഴും ലൈഫിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് നമ്മുടെ ഈ പേടി കാരണമാണ്. അപ്പോൾ എന്താണ് പേടി? പേടിയെ പേടിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഈ പേടിയെ മറികടക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേടി എന്ന് പറയുന്നത് മറ്റെല്ലാ വികാരങ്ങളും പോലെ, സന്തോഷം പോലെ, സങ്കടം പോലെ നമുക്ക് നോർമലായ ഒരു ഇമോഷൻ തന്നെയാണ്. പക്ഷേ ഇത് നല്ല പവർഫുൾ ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയ ഒരു ഇമോഷനാണ്. ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മുടെ സുരക്ഷിതരായിരിക്കാൻ സഹായിക്കുന്ന ഒരു സർവൈവൽ ടൂള് കൂടെയാണ് ഈ പേടി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് തീയെ പേടിയാണ്. തീ തൊട്ടാൽ പൊള്ളും. ആ പേടിയുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ തീയിൽ തൊട്ട് കളിക്കാത്തത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മൃഗശാലയിലൊക്കെ പോയിട്ട് സിംഹത്തിനൊക്കെ കാണുമ്പോൾ അതിനോടൊക്കെ രോമനത്തൊക്കെ തോന്നിയിട്ട് അതിൻ്റെ താടിയിൽ പിടിച്ച് എന്താ കുട്ട എന്ന് ചോദിക്കാത്തതിന് കാരണം എന്താ? അത് കടിക്കുമെന്ന പേടിയുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സുരക്ഷിതരായിരിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് സത്യത്തിൽ പേടി എന്ന് പറയുന്നത്. പക്ഷേ ഈ പേടി എപ്പോഴാണ് അപകടകരമായി മാറുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്ക് പോവേണ്ടത് എന്ന് ചോദിച്ചാൽ, ഉദാഹരണമായിട്ട് ഒരു എക്സാമിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു പേടിയുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതുന്നു. എന്നാൽ എക്സാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്ത പേടി തോന്നുന്നു, തലകറങ്ങി വീഴുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശ്വാസമെടുപ്പ് കൂടുന്നു, എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ അത് അപകടകരമായൊരു പേടിയാണ്, അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു ഫിയറാണ്. അപ്പോൾ ഈ പേടി മാറ്റാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് അവെയർനെസ് ആണ്. അവെയർനെസ് ഇറ്റ് സെൽഫ് ഹീലിംഗ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് പേടി ഉണ്ട് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. എനിക്കിങ്ങനെ ഒരു പേടിയുണ്ട്, ആ പേടിയെ മറികടന്നാൽ മാത്രമേ എനിക്ക് സക്സസ് ആകാൻ പറ്റൂ എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്, ആ പേടിയെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് എനിക്കിപ്പോൾ സ്റ്റേജ് ഫിയർ ആണെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് പേടിയാവുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള പേടിയാണോ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോടുള്ള പേടിയാണോ? ഇങ്ങനെ ആ പേടിയെ കൃത്യമായി അനലൈസ് ചെയ്യുന്നതിലൂടെ ആ പേടിയെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തേതായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ ഒരുപാടാണ് നമ്മുടെ ഫിയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളത് ഫേസ് ചെയ്യുമ്പം അത്രത്തോളം പേടി വരണമെന്നില്ല. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, എനിക്ക് പേടിയാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ പേടിയെ എനിക്ക് തരണം ചെയ്യാൻ സാധിക്കില്ല, ഇത് ഭയങ്കര അപകടകരമായ ഒരു പേടിയാണ് എന്ന് നമ്മൾ സ്വയം ഉള്ളിലേക്ക് എടുക്കുക ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു കുഞ്ഞു പേടിക്കൊക്കെ വലിയ റെസ്പോൺസൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദിമ മനുഷ്യർ കാട്ടിലൂടെ ജീവിച്ചിരുന്ന കാലത്ത് അവരെപ്പോഴും അപകടം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നത്. മറ്റു മനുഷ്യരിൽ നിന്നോ വന്യജീവികളിൽ നിന്നോ എപ്പോഴും ഒരു അറ്റാക്ക് അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അവരെപ്പോഴും അലേർട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മനുഷ്യവംശം ഇന്നും അതിജീവനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്നത്. അത്തരത്തിലൊരു അപകടത്തിൽ പെടുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രണ്ട് വഴികളാണ് മുന്നിലുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫ്ലൈറ്റ് ചെയ്യുക. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒരു സിനിമയിൽ മുകേഷ് ഏട്ടൻ ചോദിക്കുന്ന പോലെ, ഒരു ആന കുത്താൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ആനയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും, ഫൈറ്റ് ചെയ്യാനാണെങ്കിലും ഫ്ലൈറ്റ് ചെയ്യാനാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ എനർജി ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ സജ്ജമാക്കുകയാണ് ശരീരം ആദ്യം ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നടക്കുന്ന ഒരു പ്രവർത്തനം. അത്രത്തോളം എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓക്സിജൻ്റെ ഇൻടേക്ക് കൂടാൻ തുടങ്ങും. അതായത് നമ്മുടെ ശ്വാസമെടുപ്പ് കൂടാൻ തുടങ്ങും. പിന്നെയോ, നമ്മുടെ എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജനും ഗ്ലൂക്കോസൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല പ്രോപ്പറായിട്ട് നടക്കേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയമെടുപ്പ് കൂടാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഹൈ ഇമോഷൻസിൽ നിൽക്കുന്ന ആളുകളൊക്കെ, ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട്, നീ എന്താ ഇപ്പോൾ പെരുവരുത്ത, നീ എന്താ ഇപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ നീ ഇപ്പോൾ എന്താ കാണിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. കാരണം അത്രത്തോളം അവരുടെ വിഷൻ പോലും വളരെ ഷാർപ്പാവുന്നു, ക്ലിയറായി മാറുക. കാരണം ഏത് രീതിയിലാണ് അപകടം വരുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് അവരുടെ വിഷൻ പോലും കൂടുതൽ ഷാർപ്പാകാൻ തുടങ്ങും. ഒരു ഫ്രൈറ്റൻ സിറ്റുവേഷൻ, ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ഇതേ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് കുഞ്ഞു ഫിയർ ആണെങ്കിൽ പോലും നമ്മൾ ഇൻറ്റേർണലി കൊടുക്കുന്ന തോട്ട് എന്ന് പറയുന്നത് ഇത് വലിയൊരു അപകടമാണ് വരാൻ പോകുന്നത് എന്ന് കൊടുക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞ ആദിമ മനുഷ്യന് ആവശ്യമായിരുന്ന അത്രയും റെസ്പോൺസാണ് ഇവിടെയും വരുന്നത്. ഒരു കുഞ്ഞു കാര്യത്തിന് പോലും ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്രയും എക്സാജറേറ്റഡ് ഫിയറിനുള്ള ഒരു റെസ്പോൺസാണ് നോർമലി കാണിക്കുന്നത്. ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരാൾ പെട്ടെന്ന് ടെറസിൽ ആരോ സ്ക്രാച്ച് ചെയ്യുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. അപ്പോൾ തന്നെ അത് തൊട്ടടുത്ത കുട്ടിയോട് ഷെയർ ചെയ്തപ്പം അവർക്കിടയിൽ ഡിസ്കസ് ചെയ്തു, അത് കള്ളനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഈ പേടി അവരെല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്തു. മേലെ ടെറസിൽ കള്ളൻ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു സ്ക്രാച്ച് ചെയ്യുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി ഇത് ഇൻറ്റേർണലൈസ് ചെയ്തിട്ട്, അയ്യോ കള്ളൻ കയറിയോ, എന്താ സംഭവിക്കാൻ പോകുന്നത്, കള്ളൻ വരാൻ പോവുകയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു വല്ലാത്ത രീതിയിൽ ആ പേടിയെ എക്സാജറേറ്റ് ചെയ്ത് അവസാനം ഇമോഷണലി ഔട്ട്ബേസ്റ്റ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അവിടെ ആ തോട്ട് പ്രോസസ്സാണ് പ്രശ്നം.
ആ പേടിയേക്കാൾ കൂടുതലായിട്ട് ആ തോട്ട് പ്രോസസ്സിലുണ്ടായതാണ്. പിന്നീടാണ് സത്യം മനസ്സിലാവുന്നത് അവിടെ ഒരു മരപ്പട്ടിയായിരുന്നു ഈ ശബ്ദം ഉണ്ടാക്കിയതെന്ന് തിരിച്ചറിയുമ്പോഴേക്ക് ഈ കുട്ടി യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത ഫിയറിനെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ തോട്ട് പ്രോസസ്സിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് നമ്മൾ എനിക്ക് പേടിയാണ് എങ്കിലും അത് ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ പതിയെ പതിയെ നമുക്കത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടാൻ തുടങ്ങും. കൂടെ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് കൂടെ, ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റേജിൽ കയറി സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിന്ന് കിട്ടുന്ന അപ്രിസിയേഷൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർ ആവാൻ പോവുകയാണ് എന്നുള്ള അതിൻ്റെ പോസിറ്റീവ് സൈഡ് കൂടെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാതൊരു കോൺഫിഡൻസ് നമ്മളിൽ വന്ന് നിറയാൻ തുടങ്ങും. ഇത്തിരി പേടി സഹിച്ചാലും കുഴപ്പമില്ല, ഇതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി അടുത്ത 4ാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ പേടിയെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജ് ഫിയറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കുന്നതാണ് പേടി, ഒരുപാട് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നതാണ് എൻ്റെ പേടി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ റൂമിലുള്ള ഒരു മിററിൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം. അവിടെ ഓഡിയൻ്റായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ മിററിൽ കാണുന്ന ഇമേജ് തന്നെയാണ് എൻ്റെ ഓഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, ആ സമയത്തുള്ള നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരുടെയെങ്കിലും മുന്നിൽ എന്ത് ചെയ്യാം, നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈഡൻ ഓഡിയൻ്റായിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയും ചേർന്ന് കുറച്ചുകൂടി വൈഡൻ ഒരു ഓഡിയൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാം, നമുക്കത് പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ പേടിയെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിച്ചാൽ നമ്മളറിയാതെ നമ്മളിൽ കോൺഫിഡൻസ് നിറയും. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ആരുടെ മുന്നിൽ പോയിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമുക്ക് നമ്മുടെ പേടി മാറുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. മാക്സിമം നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ? നമ്മൾ മരിക്കും. അതിലപ്പുറം ഒന്നും സംഭവിക്കാനില്ലല്ലോ. ഏത് ദിവസം ഏത് സമയം മരിക്കും എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണയില്ലാത്ത ആളുകളല്ലേ നമ്മൾ. പിന്നെ നമ്മൾ പേടിച്ചിരുന്നിട്ട് എന്തായാലും ഒരു ദിവസം മരിക്കണം. ഈ ഭീരുവിനെ പോലെ പേടിച്ചോടി മരിക്കണോ അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടെ പൊരുതി മരിക്കണോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. പേടി കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് ആ പേടിയെ ഫേസ് ചെയ്ത് ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നതല്ലേ. എല്ലാവർക്കും പേടിയെ തരണം ചെയ്യാൻ സാധിക്കട്ടെ. ഹാവ് എ സക്സസ്ഫുൾ ഡേ.